ഇപ്പോൾ ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള രാജീവ് പ്രസാദ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഒരു മരണം സംഭവിച്ച് മണിക്കൂറുകൾ പിന്നിടുന്നു. ഇതുവരെ ഒരു പരിശോധനയോ അല്ലെങ്കിൽ ബാക്കിയുള്ള നടപടിയിലൊക്കെ കാര്യങ്ങൾ പോയിട്ടില്ല. കാരണം ഇവിടെ ഇത് തൊട്ടടുത്താണ് ഇവിടുത്തെ MLA താമസിക്കുന്നത്. ആ MLAയുടെ വീടിന്റെ 2 കിലോമീറ്ററാണ് ഇത് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇതുവരെ അദ്ദേഹം എത്തിയിട്ടില്ല. അതേപോലെ തന്നെയാണ് പൊതുജനങ്ങൾ വരെ പല പ്രാവശ്യം ഇത് പറഞ്ഞതാണ്. ഈ KCB ആയിട്ട് ബന്ധപ്പെട്ട് ഇത് മാറ്റണമെന്ന് പറഞ്ഞിട്ട് പോലും ഇതുവരെ ഇത് മാറ്റിയിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ സ്കൂൾ അധികൃതർക്കും ഇതിൽ ഉത്തരവാദികളാണ്. അവരങ്ങനെ കൈ ഒഴിയാൻ സാധിക്കുകയല്ല. ഇത്രയും ഒരു സംഭവം നടന്നിട്ടും ഇതിന്റെ നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ ഇതിന്റെ തീരുമാനം പറയാൻ ആർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളതെന്ന് പറയാൻ പോലും നിർവഹണ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ശാസ്താംകോട്ട പോലീസ് ഇത് സംബന്ധിച്ച് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കേസ് ആർക്കെതിരെയാണ് എടുത്തതെന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. കേസ് എടുത്തതിനെ കുറിച്ച് പരിശോധിക്കാം, കേസ് ആർക്കൊക്കെ എതിരെ എടുക്കണം എന്നുള്ളത് പരിശോധിക്കാം എന്നുള്ളതാണ് ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു മറുപടി. അതൊക്കെ തന്നെയാണ് ജനങ്ങളെ കൂടുതൽ പ്രകോപിതരാക്കുന്നത്. കാര്യം ഈ സ്കൂളിൽ ഇപ്പോൾ കളിച്ച് ചിരിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസം നടത്തേണ്ടിയിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. ആ കുഞ്ഞിന്റെ ജീവനാണ് നഷ്ടമായത്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ ഒരു പ്രതിഷേധമുണ്ട്. അത് മാനേജ്മെന്റിന്റെ അനാസ്ഥ മൂലം KSB അധികൃതർ ആ ലൈൻ മാറ്റണം എന്നുള്ള പലതവണ പറഞ്ഞിട്ടും അതിന് തയ്യാറാകാത്ത മാനേജ്മെന്റിന്റെ അനാസ്ഥ മൂലമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മരണം സംഭവിച്ചതെന്നുള്ളതാണ് ആക്ഷേപം.